നമസ്തേ. ഇന്നത്തെ ദിവസം അന്നപൂർണേശ്വരി ദേവി എന്ന് പറയുമ്പോൾ വ്യാപാരത്തിൽ അഭിവൃദ്ധി, വ്യവസായത്തിൽ അഭിവൃദ്ധി, ഉദ്യോഗത്തിൽ അഭിവൃദ്ധി, ഇത് ശരിക്കും നമ്മളുടെ തൊഴിൽ സ്ഥാപനങ്ങൾ എല്ലാത്തിലും അഭിവൃദ്ധി നമുക്ക് കിട്ടുന്ന ഒരു ഹോമമാണ്. ഈ ഹോമത്തിൽ നമുക്കുള്ളിൽ സ്വാർത്ഥം എന്ന ലക്ഷ്യം കൊണ്ടിട്ട് ഗ്രോത്ത് ആൻഡ് കോൺട്രിബ്യൂഷൻ, അതായത് പുരോഗതിയും നമുക്ക് സംഭാവനയും ഉള്ള ആ ഒരു എനർജി പോയിന്റാണ് അന്നപൂർണേശ്വരി ദേവി നമുക്ക് ഗിഫ്റ്റായിട്ട് ഈ ഹോമത്തിൽ നമുക്ക് നൽകാൻ പോകുന്നത്. ഈ ഹോമത്തിൽ പങ്കെടുത്ത് എത്രയോ ഭക്തർക്ക് അവരുടെ ജീവിതത്തിൽ അവർ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനത്തിൽ നിന്ന് അഭിവൃദ്ധി ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു ഭക്തന്റെ അനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇവർക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി USA കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തപ്പോൾ അവർ ഗ്രോത്തിനെ കുറിച്ച് അവർക്ക് ചോദ്യം ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഭഗവാൻ സംസാരിച്ചത് ഓർത്ത് അതിന്റെ ഉത്തരം പറഞ്ഞ ഉടനെ അവർ വളരെ ഇഷ്ടപ്പെട്ടു. ഉടനടിയായിട്ട് അവരെ അപ്പോയിന്റ് ചെയ്തു. അവർക്ക് ആ ജോബ് കിട്ടി. ആ ജോബ് കിട്ടിയ ഉടനെ അവർ പെട്ടെന്ന് അവരുടെ ഗൈഡ് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഭഗവാന്റെ ആൻസർ പറഞ്ഞ ഉടനെ എനിക്ക് പെട്ടെന്ന് ജോബ് കിട്ടി. ഇപ്പൊ ഞാൻ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അടുത്ത് ചെയ്യേണ്ടത് ഇനി ഉയർച്ച വേണോന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും വേണം. എങ്കിൽ ഒരു രഹസ്യം പറയാം, നിനക്ക് എന്ത് കിട്ടുന്നുണ്ടോ അതിൽ ഒരു ഭാഗം അമ്മ ഭഗവാന് മാറ്റി വെക്കുന്നത് പറഞ്ഞു, കോൺട്രിബ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ഉടനടിയായിട്ട് ആ പയ്യൻ എങ്ങനെ ആലോചിച്ച് എനിക്ക് എത്ര കിട്ടുന്നുണ്ടോ എന്റെ ജീവിത അവസാനം വരെ 10% ഞാൻ ധർമ്മത്തിന് വേണ്ടി മാറ്റി വെച്ചു. അതായത് 50,000 കിട്ടിയാൽ 5,000, അങ്ങനെ എത്ര കിട്ടിയാലും മാറ്റി വയ്ക്കാന്ന് പറഞ്ഞു. ഇന്ന് അവരുടെ സ്ഥാനം കാലിഫോർണിയയിൽ റിച്ചസ്റ്റ് പീപ്പിൾ കമ്മ്യൂണിറ്റി, ഇവരുടെ പേരും ഉണ്ട്. ആ ഒരു ഗ്രോത്ത് ആണ് അമ്മ ഭഗവാൻ തന്നിരിക്കുന്നത്. ഇന്ന് സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റുണ്ട്, മോളുണ്ട്, പെട്രോൾ പമ്പുണ്ട്, ഓയിൽ ഗ്യാസ് കമ്പനി ഉണ്ട്, എല്ലാം അവിടെ ഉണ്ട്. അതിന്റെ രഹസ്യം എന്താണ്? ആ ഗ്രോത്തിന്റെ രഹസ്യം കോൺട്രിബ്യൂഷൻ ആണ്. സോ അത് ഉണ്ടെങ്കിൽ നമുക്ക് അബണ്ടൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. വേറെ ഒരു ഭക്തരുടെ അനുഭവം പറയും. ഡോക്ടർ രാധാജിയുടെ എക്സ്പീരിയൻസ്. അവരുടെ ആഗ്രഹം, അവർക്ക് ഏത് കോളേജിൽ മെഡിക്കൽ കോളേജിൽ പഠിച്ചോ അവിടെ ഗസ്റ്റ് ലെക്ചർ ആകുമെന്ന് ആഗ്രഹം. അവർക്ക് അത് കിട്ടി. ഭഗവാനെ തന്നതിന് ശേഷം ഹോമത്തിൽ വന്ന് പങ്കെടുത്ത് അടുത്ത പ്രാർത്ഥന എനിക്ക് ഇനിയും കൂടുതൽ കിട്ടണം എന്ന് അവർ പ്രാർത്ഥിച്ചതിന് ശേഷം അവർക്ക് ബൊക്കോര സ്റ്റീൽ പ്ലാന്റിൽ അവർക്ക് ജോബ് കിട്ടി. അവിടെ ചെന്നപ്പോൾ ഇതിനേക്കാൾ നല്ല ശമ്പളം ഉണ്ടായിരുന്നു. അവിടെ പ്രാർത്ഥിച്ച് ഹോമത്തിൽ പങ്കെടുത്ത് അമ്മ ഭഗവാനിൽ നിന്ന് ഇനി അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് ഹോമത്തിൽ പ്രാർത്ഥിച്ചു. അതിനനുസരിച്ച് സൗദിയിൽ അവർക്ക് 2.5 ലക്ഷം പെർ മന്ത് അവർക്ക് ഉയർച്ച കിട്ടി. അതിൽ പോയി ഭഗവാനെ നന്ദി പ്രകടിപ്പിക്കാനായിട്ട് വീണ്ടും ദർശനത്തിൽ വന്നു. ഭഗവാനെ നന്ദി പ്രകടിപ്പിച്ചു. അടുത്ത് ഗോവയിൽ അവർക്ക് അപ്പോളോ ഹോസ്പിറ്റലിൽ അതിനേക്കാൾ ശമ്പളം കൂടുതലായിട്ട് അവർക്ക് അവിടെ ജോബ് കിട്ടി. അത് കഴിഞ്ഞുള്ളവർക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇല്ല. നല്ല ഗ്രാൻഡായിട്ട് ചെയ്യുന്ന ആൾക്കും ഓരോരോ ഹോമത്തിലും വന്ന് ഓരോരോ പ്രാർത്ഥന വയ്ക്കും. സോ അങ്ങനെ 3 മകളുടെ വിവാഹം വളരെ ഗ്രാൻഡായിട്ട് ചെയ്തു. ഇനിയും എനിക്ക് ഐശ്വര്യ അഭിവൃദ്ധി വേണമെന്ന് പ്രാർത്ഥിച്ചു. അവർക്ക് നെക്സ്റ്റ് ദുബായിൽ 6 lakhs ജോബ് അവർക്ക് കിട്ടി. അവിടെ പോയി ഒരു 7 വർഷം നല്ല ഉയർച്ച. 2ാമത്തെ മകളുടെ കല്യാണം കഴിഞ്ഞു. വീണ്ടും അമ്മ ഭഗവാന്റെ ഹോമത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് ഇതിനേക്കാൾ ടോപ്പിൽ പോകണം. സോ അടുത്ത് ഇപ്പോൾ അബുദാബിയിൽ 10 ലക്ഷത്തിൽ കൂടുതലുള്ള ശമ്പളത്തിൽ ഇപ്പോൾ അവരുണ്ട്. സോ കഴിഞ്ഞ ഓരോ പ്രാവശ്യം ഈ ഗ്രോത്തിന്റെ സീക്രട്ട് ഞാൻ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഏതോട്ട് വെച്ചാൽ അത് ഏതൊരു കോൺഫ്ലിക്സ് എടുത്താലും ഡോക്ടർ രാധാകൃഷ്ണൻ ഫസ്റ്റ് പേരുണ്ടാവും. ബിക്കോസ് സീക്രട്ട് ഇസ് ഓൺലി കോൺട്രിബ്യൂഷൻ. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഗ്രോത്ത് വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ ഒരു ഗ്രോത്ത് നമ്മുടെ ലൈഫിൽ വരണമെങ്കിൽ നമ്മൾക്ക് ആ കോൺട്രിബ്യൂഷൻ പോയിന്റ് ആക്ടിവേറ്റ് ആകും. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി, ആരോഗ്യ അഭിവൃദ്ധി, വ്യാപാര അഭിവൃദ്ധി, എല്ലാ അഭിവൃദ്ധിയും വേണമെന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ മുദ്രയിൽ വെച്ച് പ്രാർത്ഥന ചെയ്ത് ഓം ശ്രീ ലക്ഷ്മി നാരായണാഭ്യാം നമഃ. ഉമാമഹേശ്വരാഭ്യാം നമഃ. വാണീഹിരണ്യഗർഭാഭ്യാം നമഃ. സജീവതരാഭ്യാം നമഃ. അരുണദേവസസ്യാഭ്യാം നമഃ. ഇന്ദ്രകൃഷ്ണദിക്പാലദേവതാഭ്യോ നമഃ. ആദിത്യാദിനവഗ്രഹദേവതാഭ്യോ നമഃ. ക്ഷേത്രാധിഷ്ഠാനദേവതാഭ്യോ നമഃ. സീതാരാമാഭ്യാം നമഃ. സർവേഭ്യോ മഹാജനേഭ്യോ നമഃ. സദ്ഗുരുഭ്യോ നമഃ.
ಆಚರಣೆ ಮಾಡ್ತೀರಾ. 3 ಸಾರಿ ನೀರನ್ನು ಕುಡಿತೀರಾ, 4ನೇ ಸಾರಿ ಕೈಗಳು गन्धस्योपरि हरिद्रापूपकं च समर्पयामि। अलङ्करणादानक्षतां समर्पयामि। पुष्पैः पूजयामि। ॐ समुदाय नमो एकदन्ताय नमो कपिलाय नमः। ॐ गजकर्णकाय नमो लम्बोदराय नमो विकटाय नमः। ॐ विघ्नराजाय नमो गणाधिपाय नमो धूमकेतवे नमः। ॐ गणाध्यक्षाय नमो बालचन्द्राय नमो गजाननाय नमः। ॐ वक्रतुण्डाय नमो शूर्पकर्णाय नमो हेरम्बाय नमः। ॐ स्कन्दपूर्वजाय नमः। ॐ श्री सिद्धिविनायकाय नमः। ॐ श्रीमहागणाधिपतये नमः। षोडशनामपूजां समर्पयामि। सुगन्धयुक्तधूपमाघ्रापयामि। आचर्ययुक्तदीपं दर्शयामि। ॐ श्रीमहागणाधिपतये नमः। अमृतोपहारमहानैवेद्यं निवेदयामि। ॐ भूर्भुवस्वः सर्वोदयं भर्गो देवस्य धीमहि धियो यो न प्रचोदयात् तस्य नमस्कृतामि अमृतमस्तु अमृतोपस्थ नमस्ते। ॐ प्राणाय स्वाहा ॐ अपानाय स्वाहा ॐ ज्ञानाय स्वाहा ॐ उदानाय स्वाहा ॐ समानाय स्वाहा ॐ ब्रह्मण्ये स्वाहा। मध्ये मध्ये पानीयं समर्पयामि। हस्तौ प्रक्षालयामि। पादौ प्रक्षालयामि। शुद्धाचमनीयं समर्पयामि। अमृतोपहारमहानैवेद्यं निवेदयामि। ताम्बूलं समर्पयामि। वेदोक्तसुवर्णकर्पूरनीराजनं दर्शयामि। ನಿಮ್ಮ ಕೈಗಳನ್ನು ಶಿರಸ್ಸಿನಲ್ಲಿ ಇಟ್ಕೊಂಡು ಆರತಿಯಲ್ಲಿ ಭಾಗವಹಿಸಿ. ಕರಗಳ ಸರಸದ ಮೇಲೆ വെച്ച് ആരതി സ്വീകരിക്കുക. പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നമ്മുടെ കൈകൾ നമസ്കാരം ചെയ്യിക്കും.
ಈಗ ಹೂವು ಅಕ್ಷತೆ ಹೂಗಳಿಂದ ಅರ್ಶಿನ ಕುಂಕುಮದಿಂದ ಶ್ರೀಮೂರ್ತಿಗೆ ಬಡಿಸುವಂತ ದೇವಿಯಾಗಿ ಈಗ ನಮ್ಮೆಲ್ಲರಿಗೂ ದರ್ಶನ ಕೊಡ್ತಾರೆ. ಸ್ಕ್ರೀನಲ್ಲಿ ಕಾಣಿಸುವಂತ ಮುದ್ರೆಯಲ್ಲಿ ಕುಳಿತುಕೊಳ್ತಾ ನೀವು ಆವಾಹನೆ ಮಾಡ್ತೀರಾ. ஆதித்து பாபு ஆவாகனம். ഈ സമയത്ത് ശ്രീ അന്നപൂർണേശ്വരി ദേവി പച്ചവെള്ള പട്ടുടുത്തി കയ്യിൽ അക്ഷയ പാത്രവും തവിയും കൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ ജീവരാശികൾക്കും സ്വരൂപിണിയായിട്ട് ഇപ്പോൾ നമുക്കും ദിവ്യമകളുടെ ദർശനം തന്ന് തേജോപരമായി നമ്മുടെ മുന്നിൽ പ്രസന്നമാകാൻ പോകുന്നത്. ഈ സമയത്ത് സ്ക്രീനിൽ കാണിക്കുന്ന ഈ മുദ്രയിൽ നിങ്ങൾ എല്ലാവരും കൈകൾ വെച്ച് അന്നപൂർണേശ്വരിയെ ആവാഹനം ചെയ്യുന്ന ಆದ್ರೆ ಡಬಲ್ ಜನ ಬರ್ಬಿಟ್ರು, 1600 ಜನ ಬರ್ಬಿಟ್ರು. ಆದ್ರೆ ಊಟ ಈಗ ಸಾಕಾಗೋದಿಲ್ಲ. ಎಲ್ಲರೂ ಮನೆಯಲ್ಲಿ ಜನ ಕೂತ್ಕೊಂಡ್ಬಿಟ್ಟಿದ್ದಾರೆ. ಈಗ ಹೇಗ್ ಮಾಡ್ಬೇಕು ಗೊತ್ತಿಲ್ಲ. ಆ ಸಮಯದಲ್ಲಿ ಅವರು ಪ್ರಾರ್ಥನೆ
ಅಮ್ಮ ನಾನು ನಿನಗೆ ನಿತ್ಯ ವರ್ಷದಲ್ಲಿ ಒಮ್ಮೆ ನಿನಗೆ ಅನ್ನದಾನ ನಾನು ಮಾಡಿದ್ದೀನಿ, ಅನ್ನಪೂರ್ಣ ದೇವಿ ಈಗ ನೀನು ನನಗೆ ಅಕ್ಷಯ ಪಾತ್ರೆಯಾಗಿ ನನ್ನ ಮಗಳನ್ನ ಮದುವೆಯಲ್ಲಿ ಚೆನ್ನಾಗಿ ಬರಬೇಕು, ಬಂದಿರೋ ಎಲ್ಲರೂ ಊಟ ಮಾಡಿ ಹೋಗ್ಬೇಕು, ಯಾರಿಗೂ ಕೊರತೆ ಇರಬಾರ್ದು, ಆ ಕಟಾಕ್ಷ ಕೊಡಮ್ಮ ಅಂತ ಹೇಳಿ ಅವರು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು. ಅವ್ರು ಹೇಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು, ಅವರು ಕೊಟ್ಟಿರುವಂಥ ಕೊಡುಗೆಗೆ ಲಾಭವಾಗಿ ಪುಣ್ಯವಾಗಿ ಅನ್ನಪೂರ್ಣ ದೇವಿ ಅವರ ಮಗಳ ಮದುವೆಯಲ್ಲಿ ಅಮೃತ ಅಕ್ಷಯ ಪಾತ್ರೆಯಾಗಿ ಮಾಡಬೇಕು. ಸೊ ಇವತ್ತು ಯಾರೆಲ್ಲ ಕೊಡುಗೆಯನ್ನು ಕೊಡ್ತಾರೋ ಅಂಥವರಿಗೆ ಅವರ ಜೀವನದಲ್ಲಿ ಯಾವಾಗಲೂ ಸಮೃದ್ಧಿ ಇರುತ್ತೆ. ಸೊ ಈಗ ಕಣ್ಣನ್ನು ಮುಚ್ಚಿಕೊಡ್ತಾ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಾ, ನೀವೆಲ್ಲರೂ ಕೂಡ ಅನ್ನಪೂರ್ಣ ದೇವಿ ಕಟಾಕ್ಷ ನಿಮಗೆ ಸಿಗ್ಬೇಕಾದ್ರೆ ಹೇಳಿ ಸ್ವಾಹ ಅಂತ ಹೇಳಬೇಕಾದ್ರೆ ಸ್ವಲ್ಪ ಭತ್ತ ಸಮರ್ಪಿಸ್ತೀರಾ. പ്രാർത്ഥനാ സമയം അതിമുഖ്യമായ സമയം. ഈ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വ്യക്തതയുണ്ടാവണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഭക്തിയും ഭാവവും, അതുകൂടാതെ ആ വികാരത്തോട് ഈ സമയത്ത് നന്ദി ഭാവത്തോട് അമ്മ ഭഗവാനെടുത്ത് നിങ്ങളുടെ കടങ്ങൾ ചോദിക്കണം. ഈ സമയത്ത് നിങ്ങളുടെ വ്യാപാരത്തിൽ എത്ര അഭിവൃദ്ധി വേണം, വ്യവസായ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ ലാഭം എത്ര ലക്ഷങ്ങൾ കോടികൾ ടേണോവർ വരണം, അതെല്ലാം വളരെ വ്യക്തമായിട്ട് ചോദിക്കുക. വീട്, ഭൂമി, കയറ്റുമതി, ഇറക്കുമതി, ഇത് വിദേശങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ വ്യാപാരം, ഇത് എല്ലാത്തിനും പുതിയ തൊഴിൽ, നിങ്ങൾക്ക് എവിടെയെല്ലാം അഭിവൃദ്ധി വേണം, കാർഷിക അഭിവൃദ്ധി, മഴവെയ്യുമാണ്, എല്ലാ കാര്യത്തിനും വേണ്ടി ഈ സമയത്ത് നിങ്ങൾ വ്യക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു പ്രാവശ്യം സത്യലോകം വന്നാലും ദൈവത്തിൽ പോയാലും അവർക്ക് ഇഷ്ടമുള്ള അന്നദാന സേവയാണ്. എപ്പോഴും അന്നദാനത്തിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം അവരുടെ മകളുടെ വിവാഹം ഫിക്സായിരുന്നു. അവർ ഒരു 700-800 പേര് കല്യാണത്തിൽ വരുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇതൊരു നല്ല ഡിവോട്ടിയാണ്, എല്ലാവർക്കും പരിചയമുള്ളവരാണ്. പലരും അത് കേട്ടറിഞ്ഞവരുടെ മകളുടെ വിവാഹത്തിൽ വന്നു. 2000-ൽ കൂടുതൽ പ്രാർത്ഥിച്ചു. അമ്മ അന്നപൂരണിയായിട്ട് ഇവിടെ അംഗം നടത്തി തന്നേ പറ്റൂ, എല്ലാവർക്കും സന്തോഷമായിട്ട് പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ പോയി. 2000 ആൾക്കാർക്ക് കൂടുതൽ ഭക്ഷണം ഒഴിച്ചിട്ടും വീണ്ടും ഭക്ഷണം അവിടെ ബാലൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് വന്ന് നല്ല ഭക്ഷണമായിരുന്നു പറഞ്ഞിട്ട് പോയി. അമ്മയുടെ വന്ന് അമ്മ വളരെ നന്ദി പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ ആശ്രമത്തിൽ വരുന്ന പുണ്യക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തരുടെ വയറ് കഴിച്ചപ്പോൾ വീണ്ടും ഓരുടെ വിവാഹത്തിൽ വരുന്ന ആൾക്കാരുടെ വയറ് ഞാൻ കഴിക്കില്ലേ, ഞാൻ അന്നപൂർണിയാണ് അമ്മ അവർക്ക് പറഞ്ഞിരുന്നു. അതുപോലെ അമ്മ ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നിറച്ചു തരുന്ന ഒരു അഭിവൃദ്ധി തരുന്ന ഹോമമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം വ്യക്തമായിട്ട് പറയുക. സ്വാഭാവിക പറയുമ്പോൾ നെല്ല് കൊടുത്തിട്ടുണ്ടാകും, അത് ആദ്യമായിട്ട് സമർപ്പിക്കുക. Rudnani
स्वाहा